എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ടൊമാറ്റോ ചട്നിയാണ്. ഇന്ന് എല്ലാവർക്കും ഇവിടെ വാവുവിരിക്ക് ഒരു അന്നേരം രാവിലെ റൊട്ടിയാണ് നമ്മളുണ്ടാക്കുന്നത്. അപ്പം ഈ ഉള്ളിയും തക്കാളിക്കയും കൂടെ അപ്പം നമ്മൾ കടുക് വറുത്തുള്ളി ഇട്ടുള്ളി ഒന്ന് വഴറ്റി ഇനി നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും അപ്പോൾ ഇതിനകത്ത് നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇച്ചിരി ഗരം മസാല ഇത്ര ഇട്ടിട്ടുണ്ട്. ഇത്ര ഇട്ടൊന്ന് ചൂടാക്കിയിട്ട് നമുക്ക് ഈ തക്കാളിക്കായും കൂടി ഇട്ട് ഒന്ന് അടച്ച് വെക്കാം. തക്കാളിക്ക ഒന്നിങ്ങനെ വരും. അപ്പം നമുക്ക് ഈ തക്കാളിക്കായും കൂടെ ഇട്ടൊന്നിങ്ങനെ ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം. ഒരു മിനിറ്റ് ഇരിക്കട്ടെ. അപ്പം നമുക്ക് ചട്നി ഒന്ന് തുറന്ന് നമ്മുടെ തക്കാളിക്ക എല്ലാം ഒന്ന് ഇതായിട്ട് വഴഞ്ഞിട്ട് നമുക്കിതിന് ഉപ്പുണ്ടോയെന്ന് നോക്കാം. ഉപ്പൊക്കെ നമുക്കൊരു ശകലം വെള്ളം ഒഴിച്ചൊന്ന് തിളയ്ക്കാം. അപ്പം നമ്മുടെ തക്കാളിക്ക ചട്നിക്കകത്ത് നമുക്കൊരു ശകലം പഞ്ചസാര, അപ്പം ആ പുളി എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യും. അപ്പം നമ്മുടെ തക്കാളിക്ക ചട്നി എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് റൊട്ടി ഉണ്ടാക്കാം. അപ്പം നമ്മൾ ഒരു പാനെടുത്ത് അടുപ്പിലോട്ട് വെച്ചിട്ട് ഇനി നമ്മൾ ആട്ട കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇതൊന്ന് മയം വയ്ക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഉരുട്ടാം. അപ്പം നമ്മുടെ ചപ്പാത്തി മാവെല്ലാം നല്ല ഇതായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉരുട്ടി ഉണ്ടാക്കാം. നമുക്കിതെല്ലാം ചെറിയ ചെറിയ ഇങ്ങനത്തെ ഓരോ ഇതായിട്ട് ഉണ്ടാക്കി. അപ്പം നമ്മളിവിടെ വന്ന് അധികം റൊട്ടി ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പോൾ ആദ്യമായിട്ടല്ല, 2-3 വട്ടം ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഉണ്ടാക്കി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. കണ്ട് റൊട്ടിയൊന്ന് ഞാൻ പരത്തി റൊട്ടിയൊന്ന് എടുക്കട്ടെ. നിങ്ങളെ ഞാൻ കാണിക്കാൻ പരത്തിയെടുക്കുന്നു കേട്ടോ. നമുക്ക് ഈ റൊട്ടിയൊന്ന് പരത്തിയെടുക്കാം. കണ്ട് ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ചുടാം. അപ്പം നമുക്ക് റൊട്ടി ഉണ്ടാക്കി ഇതിലോട്ടിടാം. അതൊന്ന് കിടന്ന് ചൂടാവട്ടെ. അപ്പം ഞാൻ ഇത് ദോശക്കല്ല് പൊക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ തീ കത്തിച്ചു. ഇത് നമുക്ക് ഇതേ ഇട്ടൊന്ന് പൊള്ളിച്ചിഞ്ഞെടുക്കാം. കണ്ടോ പൊള്ളുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇപ്പുറത്തൊരെണ്ണം എടുക്കാം. ഞാൻ പൊള്ളിക്കാൻ വേണ്ടി ഇപ്പുറത്തെ അടുപ്പ് കത്തിച്ചു. എന്നാലും അവിടുത്തെ അത്ര എനിക്കൊന്നും പൊള്ളുന്നില്ലെന്ന് ഈ ആട്ടയുടെയൊക്കെ കൊണ്ടായിരിക്കും. അപ്പം നമ്മൾ